ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ യാതൊരു ധൈര്യക്കുറവുമില്ല. ഞങ്ങളിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എം പി രാജേഷ് ഓരോ ദിവസവും വെല്ലുവിളിക്കുന്നു, ഓരോ ദിവസവും അത് പൊളിയുന്നു. കഴിഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷൻ്റെ സമയത്ത് എന്തൊക്കെ വെല്ലുവിളികൾ നടത്തി, ഓരോന്നും പൊളിഞ്ഞില്ലേ? അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ വെല്ലുവിളിയൊക്കെ നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇവർ പറഞ്ഞത് എന്താ, LDFൻ്റെ തീരുമാനം ആയിരുന്നു എന്നാണ്. അപ്പോൾ ഇന്നത്തെ LDF യോഗത്തിലാണ് ബ്രൂവറി ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ, എലപ്പുള്ളിയിലെ മദ്യ കമ്പനിയുടെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇതിനു മുമ്പത്തെ LDF യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ RJDയും CPI അടക്കമുള്ള പാർട്ടികൾ ഇതുപോലെ പ്രതിഷേധിക്കുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഇത് LDFൻ്റെ തീരുമാനമായിരുന്നില്ല, പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകച്ചവടക്കാരായിട്ടുള്ള ആളുകളുടെയും തീരുമാനമായിരുന്നു. രണ്ടാമത്തത്, മദ്യനയത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ മദ്യനയത്തിൽ അരുൺകുമാർ ഇവിടെ പറഞ്ഞിട്ടുള്ള മദ്യനയത്തിൽ പറഞ്ഞത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കും, അതിനു വേണ്ടിയിട്ടുള്ള കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ്. ഇവിടെ ബോട്ട്ലിംഗ് പ്ലാന്റ് കൊണ്ടുവരുമെന്നോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജലചൂഷണത്തിന് കാരണമായിട്ടുള്ള മറ്റ് പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുമെന്ന് നിങ്ങളുടെ മദ്യനയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മാൾട്ട് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന, ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുന്ന, വൈനറി ഇതൊക്കെ കൊണ്ടുവരും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ബ്രൂവറി കൊണ്ടുവരുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികളുമായിട്ട് വരുമെന്നാണ് നിങ്ങളുടെ മദ്യനയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തത്, മറ്റ് വകുപ്പുകളെ അറിയിച്ചാണ് ഇതെല്ലാം സുതാര്യമാണെന്നാണ് പറയുന്നത്. 2024 കഴിഞ്ഞ മന്ത്രിസഭാ നോട്ടിന്റെ, അതായത് ഈ മദ്യനയം അംഗീകരിച്ചു, ഈ ബ്രൂവറിക്ക് അനുമതി കൊടുത്തുകൊണ്ടുള്ള, ഒയാസിസ് കമ്പനിക്ക് അനുമതി കൊടുത്തുകൊണ്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ പോലും നിങ്ങൾ പറഞ്ഞ 16-ാം തീയതി സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങൾ എന്നാണ്. അത് പ്രകാരം ധനകാര്യ വകുപ്പിന്, വ്യവസായ വകുപ്പിന്, ജലവിഭവ വകുപ്പിന്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് 4 പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട വകുപ്പുകളെ അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ എക്സൈസ് വകുപ്പാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൂടിയാലോചിച്ചിട്ടില്ല, മന്ത്രിസഭയിലെ മറ്റു വകുപ്പുകളുമായിട്ട് ആലോചിച്ചിട്ടില്ല, LDFൽ ആലോചിച്ചിട്ടില്ല. എന്തിന് ഇത്ര തിടുക്കപ്പെട്ട് ലൈസൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രാഥമിക ലൈസൻസ് കൊടുക്കുന്നു? ഒന്നാമത്തെ പ്രശ്നം. അടുത്തത്, നിങ്ങൾ പറഞ്ഞത് ഇത് 10 ഘട്ട പരിശോധന നടത്തി പ്രാഥമിക ലൈസൻസ് ആണ്, പിന്നീടുള്ള പരിശോധനയിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ വന്നാൽ, ഏതെങ്കിലും രീതിയിൽ സംസ്ഥാനത്തിനോ ആ പ്രദേശത്തിനോ മോശകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ, പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നതാണെങ്കിൽ പിൻവലിക്കുമെന്ന്. ഇന്നത്തെ LDF യോഗത്തിന്റെ ഫൈനൽ തീരുമാനം എന്താ? ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന സർക്കാർ തീരുമാനിക്കുകയാണ് ഇത് മുന്നോട്ട് പോകുമെന്ന്. അപ്പൊ നിങ്ങൾ പറയുന്നതിൽ എന്താ ആത്മാർത്ഥതയുണ്ട്? ഏതെങ്കിലും ഭാവിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം വന്നാൽ അപ്പോൾ ഈ പദ്ധതിയുടെ ലൈസൻസ് കട്ട് ചെയ്യും, ഇത് താൽക്കാലിക ലൈസൻസ് ആണ്, പെർമനന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള അല്ല എന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഇന്നത്തെ LDF യോഗത്തിൽ പറയുന്നത് ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും എന്ന്. ഇനി അരുൺകുമാർ പറയുന്നത് പ്രഖ്യാപിച്ചതൊക്കെ നടപ്പാക്കിയെന്നാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിലെ അംഗൻവാടി ജീവനക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കും, ഏർപ്പാടാക്കുമെന്ന് നിങ്ങളുടെ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞിരുന്നു, ബാലഗോപാൽ. അത് ഈ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും നടപ്പാക്കിയിട്ടില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ റാഗിങ്ങിന്റെ ഹബ്ബായിട്ട് ഇതിനെ മാറ്റാൻ പറ്റി എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിൽ എന്തെങ്കിലും നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? കേരളത്തിലെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു, നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? ഇവിടെ ഡെവലപ്മെന്റ് സോൺ ആക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു, അത് നിങ്ങളെ കൊണ്ട് സാധിച്ചോ? അതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കും എന്നാണ് ഇവർ പറഞ്ഞത്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം, അത് ഒറ്റ കാര്യമുള്ളൂ. പ്രഖ്യാപിച്ചതൊക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞ സർക്കാർ, ഇവരുടെ പ്രയോറിറ്റി ഏതാണ്? ഇവർ നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രയോറിറ്റി കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കിഫ്ബിയിൽ റോഡുകളിൽ ടോൾ കൊണ്ടുവരും, അടുത്തത് മദ്യ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കും, അവിടുന്ന് പണം പിരിക്കും. അങ്ങനെയുള്ള പദ്ധതികളാണ് ഇവർ നടപ്പാക്കാൻ പോകുന്നത്. സാധാരണക്കാർക്ക് ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ ഇവർ തയ്യാറല്ല. ഇനി കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കാനാണെങ്കിൽ ഈ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്ന എന്ത് പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഈ നെല്ലിനും റബ്ബറിനും ഒക്കെ താങ്ങുവില പ്രഖ്യാപിച്ചത് എത്രത്തോളം ആശ്വാസകരമായിരുന്നു? റബ്ബറിന്റെ കാര്യത്തിൽ നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കർഷകർക്ക് ആശ്വാസപരമായിട്ടുള്ള എന്തെങ്കിലും നടപടി കൊണ്ടുവന്നിട്ടുള്ളോ? കർഷകർക്ക് ആശ്വാസപരമായിട്ട് ഞങ്ങൾ മദ്യ കമ്പനി കൊണ്ടുവരുന്നു പറയുന്ന ഒരു സർക്കാർ, അതിനെങ്ങനെ നമ്മൾ വിശ്വസിക്കുക? പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്താതെ ഭൗമശാസ്ത്രജ്ഞരുടെ ഈ വിഷയങ്ങളൊക്കെ ഒരു ഓപ്പൺ ഡിബേറ്റിന് വിളിക്കുകയാണെങ്കിൽ, തുറന്ന ഒരു സംവാദത്തിന് വിളിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉന്നയിക്കാൻ കഴിയുമെങ്കിൽ വേണ്ടി മാത്രമാണ് അത് സ്വീകരിക്കാമല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം സംവാദങ്ങളെയോ അല്ലെങ്കിൽ ചർച്ചകളെയോ ഒന്നും ഭയപ്പെടുന്നവരല്ല എന്ന് എപ്പോഴും പറയുന്നതാണല്ലോ. അപ്പോൾ മന്ത്രി നേരിട്ട് ഫേസ്ബുക്കിൽ ഏറ്റവും അവസാനം നിങ്ങൾ 3 പേര് കൂടി വരും, ഞാനൊരു സംവാദത്തിന് തയ്യാറാണ് എന്നുള്ളതാണ് അദ്ദേഹം 40 മിനിറ്റുകൾക്ക് മുമ്പ് കുറിച്ചിരിക്കുന്ന ഒരു പോസ്റ്റിൽ പറയുന്നത്. അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ചർച്ചകളെ നടത്തുന്നില്ല, ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ് എന്ന് വിമർശനം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് ചേർന്നതല്ലോ എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ.